ഇന്ന് മീന് കറക്റ്റായി എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് അവർ നമ്മൾ തീറ്റ എവിടെയാണോ കൊടുക്കുക ആ സ്ഥലത്തേക്ക് കറക്റ്റായി പോകും. കണ്ട ഇത് കണ്ട പോകുന്നുണ്ട രണ്ടാൾ അവിടെ എത്തി. തവിടിന് വേണ്ടി കറക്റ്റ് എവിടെ പോയി മേഞ്ഞാലും കറക്റ്റായി വരും കേട്ടോ. നമുക്ക് ഇന്നും മേത്ത് മൊത്തം എന്താണ് തോട്ടിൽ കൊണ്ട് കഴുകണം എന്ന് എന്തായാലും. നമ്മൾ വീട്ടിൽ കഴുകുമ്പോൾ തോട്ടിൽ കഴുകുന്ന അത്രയും നമുക്ക് വൃത്തിയായിട്ട് കഴുകാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ കുറവ് കാരണം. തവിടില്ല അല്ലേ? തവിടിന് വേണ്ടി കാത്തിരിക്കണം ചേട്ടാ. തവിടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവരെ നന്നായി ഉരച്ച് കഴുകണം. നമ്മൾ ഇവരെ കഴുകുന്ന വീഡിയോസൊക്കെ ഇടാം കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് തിരക്കുണ്ട് രാവിലെ, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ രാവിലെ കഴുകാൻ പോകുന്നില്ല കേട്ടോ. നമ്മൾ വൈകിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ നമ്മളുടെ പോത്ത് ജീവിതമൊക്കെ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അവൻ്റെ മേലെയൊക്കെ നോക്കുമ്പോൾ എവിടെയോ പോയി മേങ്ങനെ ഇതൊക്കെ നമുക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ. വേണ്ട അയ്യോ തലയിലൊക്കെ ബാ 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 ബാ. അപ്പോൾ തീറ്റ എടുത്തിട്ട് വരുന്നില്ലേ? അപ്പനാണെങ്കിൽ അവർ നല്ല പക്കാവായിട്ട് മേണം. അങ്ങനെ മൊയിലാളിക്ക് തിരിച്ചും വരും. നോക്കെന്താടാ മേയാണ്ട് ഇങ്ങനെ ഈ തവിട് ഉഞ്ഞി വരുവാണ് കേട്ടോ ഇവർക്ക്. എന്താണ് നമ്മുടെ ഗുണ്ടൻ പോത്ത്. അപ്പോൾ നമ്മൾ പോത്ത് ശരിക്കും നമ്മൾ പോത്ത് വളർത്തുന്നത് കച്ചവടം ചെയ്യാനുള്ള ബേസിലാട്ടോ പോത്തുകളെ നമ്മൾ വളർത്തുന്നത്. ഇനി നമ്മൾ പോത്തുകളെ മേടിക്കണം, അതുപോലെ നമുക്കൊരു ഫാമായി തുടങ്ങണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് കൂടുതൽ പോത്തുകളെ വളർത്താനാണ് താല്പര്യം. ചെറിയ ചെറിയ കുട്ടി പോത്തുകളെ എടുത്തിട്ട് നമ്മൾ വലിയ വലിയ സൈസാക്കണം. അതിലാണ് നമ്മളുടെ വിജയം. കാരണം നമ്മളല്ലെങ്കിൽ വലിയ പോത്ത് എടുത്തിട്ട് അതിനെ പിന്നെയും സൈസാക്കുന്നതിനേക്കാളും കുഞ്ഞു പോത്ത്, അതായത് എല്ലും തോലായിട്ടുള്ള പോത്ത് പിന്നെ കൊണ്ടുവരുന്ന സമയത്തുള്ള ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അത്ര ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പം അറിയാം. ഒരു നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇതിൻ്റെ കറക്റ്റ് ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാം കേട്ടോ. ഇന്ന് എന്തായാലും വരെ നമ്മൾ ഉരച്ച് കഴുകണം. എന്തായാലും കഴുകിയിരിക്കും ഗൈസ് നമ്മൾ. അപ്പോൾ വേണ്ട തവിട് ഇല്ലാണ്ടായി ഇപ്പോൾ തിരിച്ച് നടക്കണം കേട്ടോ. അവർ മൂന്നാളും നോക്ക് മൂന്നാളും തവിടിന് വേണ്ടി കാച്ച് നിൽക്കുകയാണ്. അതിൻ്റെ സ്ഥലത്ത് പോയി നോക്കി അവിടെ തവിട് വെച്ചിട്ടുണ്ടോയെന്ന് കിട്ടാണ്ടായിപ്പോതാ. പുല്ല് തിന്നുന്നു. ഇവൻ ഷിബിരിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. ഷിബിർ അതാ പോയി ഗൈസ്. ദാ അപ്പോൾ പോത്തിനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുശിത കടല തിന്നു ഗൈസ്. ഇവൻ ഒതുങ്ങിയിരിക്കണമെങ്കിൽ ഇവൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കണം. നീ അത് തിന്നു. അപ്പോൾ ഓരോരുത്തന്നെ വരി കെട്ടിയിട്ടാണ്. ഇതുകൾ മേയണില്ല, ഭയങ്കര കുറവാണ് മേയ്ച്ചൽ. അതിന് ഒന്നാമത് ഇപ്പോൾ വെയിലായതുകൊണ്ട് ഇവർ അങ്ങനെ മേയ്ച്ചലും കുറവാണ്. ആ തണുപ്പത്ത് നമ്മളിത്തിരി നേരത്തെ അഴിച്ചു വിട്ടാൽ ഇന്നൊരു 6 മണിയാകുമ്പോൾ അഴിച്ചു വിട്ടൂലേ പോവും. നേരത്തെ അഴിച്ചു വിട്ടാൽ ഒരു നേരത്തെ വരും. 6:15 അഴിച്ചു വിട്ടാൽ നേരത്തെ അഴിച്ചു വിട്ടാണ്. നമുക്ക് വൈകിട്ട് ഇവരെ തോട്ടി കൊണ്ട് കഴുകാമല്ലേ? അന്ന് എന്തായാലും കൊണ്ട് കഴുകണം. മേത്ത് മൊത്തം വളമാണേ. നമുക്ക് എന്തായാലും കഴുകണം. കാരണം പോത്തുകളെ നന്നായിട്ട് വാശി കഴുകും വേണം. കാരണം എന്താ വെച്ചാൽ ഇതിന് യഥാർത്ഥ ഒരു കളറും ഇവർക്ക് നല്ല ആരോഗ്യം, അവരെ നമ്മൾ ഹൈജീനായി വെക്കണം. മാത്രമല്ല അവർ അതുപോലെ വൃത്തിയായി ഇരിക്കുന്നതിനും നല്ലൊരു കാണാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവരെ തോട്ടിൽ കൊണ്ട് കഴുകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ കഴുകാൻ പറ്റും. കാരണം നിറയെ വെള്ളമുള്ളതുകൊണ്ട്. വീട്ടിൽ കഴുകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് പറ്റണില്ല അല്ലേ? വെള്ളം തികയില്ല. ദിവസം കടലേക്ക് വേണ്ടി വരും. നമുക്ക് കടല വരാം. അതിന് കൊടുക്കാനോ? അതൊന്നും തിന്നില്ല, അത് പുല്ല തിന്ന. പിടിക്കുന്ന കൊടുക്കണ്ട, ഇത് തിന്നില്ല. ഗുണ്ടൻ വെന്റും ഇവർ രണ്ടാളും നല്ല ഹൈറ്റാണ്. ഈ ഗുണ്ടനെ ഒഴിച്ചിട്ടുള്ളത് രണ്ടാളും ഹൈറ്റ് ചാടണതും ഗുണ്ടൻ മാത്രം ഗുണ്ട് പോലെ വരുന്നതുമാണ്. ഇവനില്ല ഇത്തിരി കുത്തലും തോണ്ടലും ഭയങ്കര കൂടുതലാണ്. ശരി എന്നാൽ അപ്പോൾ അയച്ച് കെട്ടിയിടട്ടെ, എന്നിട്ട് നമുക്ക് തവിട് കൊടുക്കാം. എന്നാൽ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ തവിട് കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ കൊണ്ട് കെട്ടിയിട്ടാൽ തവിട് കൊടുക്കുക. അതിന് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ കെട്ടിയിട്ടാ നമുക്ക് ഇങ്ങനെ കെട്ടിയിട്ടായിരിക്കും നമ്മൾ തവിട് കൊടുക്കുക. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ഒരു അബദ്ധം ചെയ്തു. തവിട് കൊടുത്തിട്ടാണ് ഞാൻ തവിടും പാത്രം എടുത്തിട്ട് ഇവരെ കെട്ടിയിടാൻ കൊണ്ടുവന്നത്. ശരിക്കും ഇവന് 3 ആൾ ഓരോരോടെ കെട്ടിയിട്ടാട്ടാ തവിട് കൊടുക്കുക. അപ്പം ഇനി ഇവർക്ക് തവിട് കൊടുക്കുക. ഗൈസ് തവിടും കൊണ്ട് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരു പാത്രം തവിട് കൊടുക്കുന്നു. എൻ്റെ കയ്യിൽ വെച്ചിട്ട് പോകണ്ട ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഒരെണ്ണം കൊണ്ട് ഉണ്ട്. നോക്ക് തവിടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം ചേട്ടാ. എന്താ തവിട് വേണടാ? നോക്ക് അറിയണേ. എന്താ ഗൈസ് തവിടിന് വേണ്ടി നമുക്ക് ചാടണം. അപ്പോൾ ഒരെണ്ണം വെച്ച് കൊടുക്കും. വീഴണ്ട. അപ്പോൾ വീണതല്ല, തവിട് പോയി എന്ത് ചെയ്യും? ഗൈസ് തവിട് നമ്മുടെ ഓരോരോ പോത്തപ്പന്മാർക്കായിട്ട് നമ്മൾ ഓരോ തവിടും പാത്രം വെച്ച് കൊടുക്കണം ഗൈസ്. അപ്പോൾ അവൻ നോക്കി കിടന്ന് ബേജാറുള്ളൂ. പിന്നെടോ നമ്മൾ ഇത്രയും കൊടുക്കണ്ട, അവർക്ക് ഒരു നേരം കൊടുക്കണമാണത്. 3 നേരവും കൊടുക്കും. ഇവിടെ പോകണേ നിൽക്കൊരു ഫോട്ടോ വെച്ചോ. അപ്പോൾ
തവിട് വെച്ച് കൊടുത്തു കേട്ടോ 3 ആൾക്ക്. ഇനി നമ്മളിത് വെച്ച് കൊടുക്കുക, അവർ തിന്നണ വരെ നമ്മളിവിടെ നിൽക്കൊന്നുമില്ല കേട്ടോ. അവർ തിന്ന് വയറ് നിറയ്ക്കട്ടെ. നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പുല്ലും വൈക്കോലും ഇട്ട് കൊടുക്കും. ഇന്നലെ ഇട്ട പുല്ലൊക്കെ ഇതാണ്ട കിടക്കണം, വൈക്കോലും ഇതാണ്ട. അപ്പോൾ ഗൈസ് ഇന്ന് എത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. നമ്മൾ പോത്ത് മേഞ്ഞ് വന്നതും കാണിച്ചു തന്നു. അവരിവിടെ വന്ന് വേണ്ട തവിടൊക്കെ തിരഞ്ഞ് വേണ്ട തവിട് തിന്നുന്നത്. അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ വീഡിയോ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.